ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് ഇൻ ദി UK ടെസ്റ്റാണ്. നിങ്ങൾ UK-യിൽ PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്സാവേണ്ട ഒരു ടെസ്റ്റാണ് ലൈഫ് ഇൻ ദി UK ടെസ്റ്റ്. ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് ടോട്ടലി 24 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതിൽ 18 ചോദ്യങ്ങൾ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ. 45 മിനിറ്റാണ് ഈ ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. അതായത് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് ലഭിക്കും. ലൈഫ് ഇൻ ദി UKയുടെ ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ടെസ്റ്റ് എഴുതി പാസ്സാവാനാവും. UK ടെസ്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് £50 ആണ്. അതുപോലെ ഒരു പ്രത്യേക കാര്യം, ഈ ഒരു ടെസ്റ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതാവുന്നതാണ്. നിങ്ങൾ ആദ്യത്തെ തവണ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ചാൻസ് ഉപയോഗിക്കുന്നതാണ്. അൺലിമിറ്റഡ് ചാൻസ് ആണ് ലൈഫ് ഇൻ ദി UK ടെസ്റ്റിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പാസ് അല്ലെങ്കിൽ ഫെയിൽഡ് എന്ന റിസൾട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു യുണീക്ക് റെഫറൻസ് നമ്പർ ഉണ്ട്, URN നമ്പർ. തീർച്ചയായിട്ടും ഒരു മെയിൽ നിങ്ങൾ ഫ്ലാഗ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കാവുന്നതാണ്. കാരണം നമുക്ക് ഇനിയും ഈ ഒരു സമയത്ത് PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ സമയത്ത് URN നമ്പറാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ ടെസ്റ്റിന് പോകുമ്പോൾ എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റിന് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോട്ടോ ID വേണം. നിങ്ങൾ ഏത് ഫോട്ടോ ID വെച്ചാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് ആ ഒരു ഫോട്ടോ ID തന്നെ വേണം നിങ്ങൾക്ക് ടെസ്റ്റിന് എൻട്രി ചെയ്യാൻ വേണ്ടി കാണിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കറണ്ട് വാലിഡ് പാസ്പോർട്ടാണ് നിങ്ങൾ ടെസ്റ്റ് ID ആയിട്ട് നിങ്ങൾ ബുക്കിംഗ് സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കറണ്ട് വാലിഡ് പാസ്പോർട്ട് തന്നെ വേണം നിങ്ങൾക്ക് ടെസ്റ്റ് സെൻറ്ററിൻ്റെ ടെസ്റ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കാണിക്കേണ്ടി വരിക. അതുപോലെ തന്നെ ടെസ്റ്റ് നിങ്ങൾക്ക് ഏത് സമയത്താണ് കിട്ടുന്നത് അതിന് ഹാഫ് ആൻ അവർ മുമ്പ് തന്നെ നിങ്ങൾ ടെസ്റ്റ് സെൻറ്ററിൽ എത്തുക. അതിനുശേഷം നിങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി വെരിഫിക്കേഷനും ചെക്കിനുമാണ് നടക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ അലോക്കേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിലാണ് അവർ ഡയറക്റ്റ് ചെയ്യുക. അലോക്കേറ്റഡ് കമ്പ്യൂട്ടറിൽ ഞാൻ പറഞ്ഞതുപോലെ 24 ചോദ്യങ്ങളുണ്ടാകും. നിങ്ങൾ എപ്പോഴാണോ റെഡി ആവുന്നത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ടിപ്പായിട്ട് പറയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫ്ലാഗ് ചെയ്ത് നമ്മൾ ലാസ്റ്റത്തെ ആൻസർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഫ്ലാഗ് ചെയ്ത ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 45 മിനിറ്റാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കിട്ടുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യന് 2 മിനിറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും 24 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിച്ചു വേണം നിങ്ങൾ ഓരോ ആൻസേഴ്സും നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ധൃതി പിടിച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട, സമയമെടുത്ത് ഇതൊക്കെ ആലോചിച്ച് ആൻസർ ചെയ്താൽ മതി. എങ്ങനെയാണ് ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് പഠിക്കേണ്ടത്? ലൈഫ് ഇൻ ദി UK ഒഫീഷ്യൽ ബുക്കുകളുണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബ്രേക്ക് ടൈമിൽ, നിങ്ങളുടെ ട്രാവലിംഗ്, നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻസ് റെഫർ ചെയ്യാവുന്നതാണ്. ലൈഫ് ഇൻ ദി UKയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ പെയ്ഡ് വെർഷനാണ്. അത് ഒന്നും കൂടെ അപ്ഡേറ്റഡ് ആണ്. ഈ പെയ്ഡ് വെർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർക്ക് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലൊക്കെ ഫ്രീ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല വെബ് പേജുകളിലും നിങ്ങൾക്ക് MCQs പ്രാക്ടീസ് ചെയ്യും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് എന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എത്രത്തോളം MCQ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും. കാരണം മിക്ക ക്വസ്റ്റ്യൻസും ലൈഫ് ഇൻ ദി UKയുടെ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ സ്ക്രീൻ റെക്കോർഡായിട്ട് ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കാണുക. ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു ഫോട്ടോ ഡോക്യുമെൻ്റ് വെച്ചാണോ നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നിങ്ങൾ ടെസ്റ്റിൻ്റെ സമയത്ത് ഈ ഫോട്ടോ ഡോക്യുമെൻറ്റ് നിങ്ങൾ അവിടെ ഡയറക്റ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് us. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് UKയുടെ ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് എന്ന വെബ് പേജിൽ പോവുക. അവിടെ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് നൗ. നിങ്ങൾക്ക് വേണ്ടത് ഇമെയിൽ അഡ്രസ്സ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്, അൺഅക്സെപ്റ്റബിൾ ഫോം ഓഫ് ID ആണ് വേണ്ടത്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് യുവർ ബുക്കിംഗ് എന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്തൊരു നമുക്ക് ഏത് മെയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് ആ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, റിപ്പീറ്റ് ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് കണ്ടിന്യൂ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് ഏത് ഫോട്ടോ ID ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഈ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് കാർഡ് നമുക്കിനി ഇല്ല. അതുകൊണ്ട് നിങ്ങൾ കറൻ്റ്ലി പാസ്പോർട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പാസ്പോർട്ട് സെലക്ട് ചെയ്യുക. അതിൻ്റെ ID നമ്പർ, റിപ്പീറ്റ് യുവർ ID നമ്പർ, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. കറണ്ട് നാഷണാലിറ്റി, കൺട്രി ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, സിറ്റിസൺഷിപ്പ് ആണോ സെറ്റിൽമെൻ്റ് ആണോ അത് ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം വരുന്ന പേജിൽ വരുന്നത് നിങ്ങളുടെ അഡ്രസ്സാണ്. നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പോസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ അഡ്രസ്സ് അവിടെ വരുന്നതാണ്. അതിൽ നിന്ന് ഏത് ഹൗസ് നമ്പറാണോ അത് സെലക്ട് ചെയ്യുക. അടുത്ത പേജിൽ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യാനാണ്. മെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്തതിനകത്ത് നിങ്ങളുടെ ബുക്ക് ടെസ്റ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു.